ഒരു ചോദ്യം ചോദിക്കട്ടെ? യെസ്, ചോദ്യം ചോദിക്കാം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അതിനുശേഷം ഈ പറഞ്ഞ സ്റ്റാഫ് നേഴ്സ് എക്സാം, അത് ഏത് എക്സാം ആയിക്കോട്ടെ, അത് കഴിഞ്ഞ ശേഷം എനിക്കത് കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ആ ഒരു എക്സാം എനിക്ക് നന്നായി എഴുതാൻ പറ്റിയില്ല എന്ന് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും എപ്പോഴും തോന്നിയിട്ടുണ്ടോ? പറ എല്ലാരും പറ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പരീക്ഷ ആയിക്കോട്ടെ, സ്റ്റാഫ് നേഴ്സ് എക്സാമിന് എഴുതാൻ പോയിട്ട് ആ പഠിച്ചതെല്ലാം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ അവിടെ എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നുള്ള ആരെങ്കിലും ഈ ഒരു കൂട്ടത്തിനകത്തുണ്ടോ? ഉണ്ടോ? ഒറ്റ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങളുടെ ഇനി വേറെ ഒന്നും ചോദിക്കാനില്ല. ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റാഫ് നേഴ്സ് എക്സാം പരീക്ഷയ്ക്ക് പോയിരുന്നിട്ട് എനിക്കെല്ലാം ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അവിടെ എഴുതാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ശരിയല്ലേ? അവിടെയാണ് എന്റെ ക്ലാസ് വരുന്നത്. ഓക്കെ, അവിടെയാണ് നിങ്ങളെ പോലത്തെ കുട്ടികൾക്ക് എന്റെ ക്ലാസ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് പലതവണ പല കാര്യം നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കും കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇത് പലർക്കും അറിയായിരിക്കും. ഞാൻ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിക്കും. ഈ പറഞ്ഞ എക്സാമിന് കുറച്ച് ദിവസം ആകുമ്പോൾ ഈ പറഞ്ഞ സ്റ്റഡി നോട്ട്സിന്റെ ആവശ്യം ഒന്നും വരത്തില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ പറഞ്ഞ ബ്രെയിനകത്ത് എല്ലാം ഓർമ്മ വരണം. ആ എക്സാമുകളിൽ പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു ടെക്സ്റ്റ് ബുക്കും ഒരു സ്റ്റഡി നോട്ടും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിനെ വിശ്വസിക്കുക, അത്രയും ആത്മവിശ്വാസത്തോടെ പഠനം തുടങ്ങുക. സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്. സോ ദ പീഡിയാട്രിക് നഴ്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ എനിക്ക് ആദ്യം 2 ചോദ്യം ചോദിക്കാനുണ്ട്. ആരാ ദ ഫാദർ ഓഫ് പീഡിയാട്രിക്സ്? ആരാ ഫാദർ ഓഫ് പീഡിയാട്രിക്സ്? ആരാണ് ഫാദർ ഓഫ് പീഡിയാട്രിക്സ് എന്നറിയപ്പെടുന്ന ആളുടെ പേര്? ഇറ്റ്സ് എബ്രഹാം ജേക്കോബി അല്ലേ? ആരാ ദ ഫാദർ ഓഫ് പീഡിയാട്രിക്സ് എന്നറിയപ്പെടുന്ന ആരാ? ഇറ്റ്സ് എബ്രഹാം ജേക്കോബി ആണ് ദ ഫാദർ ഓഫ് പീഡിയാട്രിക്സ് എന്ന് അറിയപ്പെടുന്നത്. അറിയാമായിരുന്നു ആർക്കെങ്കിലും? അറിയാമായിരുന്നോ? യെസ്, അറിയാമായിരുന്നു. ദ ഫാദർ ഓഫ് പീഡിയാട്രിക്സ് പേര് എല്ലാവരും കേട്ടിട്ടുണ്ട്, അറിയാമായിരുന്നു. ഇനി ചോദിക്കട്ടെ, ദ പീഡിയാട്രിക്സ് എന്ന ദ വാക്കിന്റെ ദ മീനിങ് എന്താ? ദ പീഡിയാട്രിക്സ് എന്ന വാക്കിന്റെ ദ മീനിങ് എന്താ? ഒറ്റ വേർഡാണോ? അത് ഒറ്റ വേർഡാണോ? ദ പീഡിയാട്രിക്സ് എന്ന വാക്ക് പലപ്പോഴും കേൾക്കുന്ന വാക്കാണ്. അത് ഒറ്റ വാക്കാണോ? അവിടെ പറ എല്ലാരും പറ. ഒന്നും എഴുതി വെക്കണ്ട, ഞാൻ നോട്ട് പിന്നെ തരും, പറഞ്ഞാ മതി. അത് ഒറ്റ വാക്കാണോ? ദ പീഡിയ എന്ന് പറഞ്ഞ എന്താ ദ പീഡിയ എന്ന് പറഞ്ഞ എന്താ? ഇറ്റ് മീൻസ് ദ ചിൽഡ്രൻസ് അല്ലേ? ദ പീഡിയ എന്ന വാക്കിന്റെ മീനിങ് എന്താ? ഇറ്റ് മീൻസ് ദ ചിൽഡ്രൻസ്. ആൻഡ് ഇട്രിക് എന്താടേ? ആൻഡ് ദ പീഡിയാട്രിക്കിലുള്ള ഇട്രിക് എന്ന് പറഞ്ഞ എന്താ? ദ ട്രീറ്റ്മെന്റ് എന്നാണോ? ആലോചിച്ച് പറയുക. ആൻഡ് ഇട്രിക് എന്ന് പറയുമ്പോൾ ദ ട്രീറ്റ്മെന്റ് എന്നല്ലേ? സ്റ്റഡി അല്ല, ദ ട്രീറ്റ്മെന്റ് എന്നല്ലേ? ട്രീറ്റ്മെന്റ്. യെസ്. അവസാനത്തെ ദ പീഡിയാട്രിക്സ് ഉള്ള ICS. ഇട്രിക്സിന്റെ ലാസ്റ്റ് വാക്ക് എന്താ? ഇട്രിക്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ICS എന്താ? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലേ? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലേ? ദ പീഡിയാട്രിക് എന്ന വാക്കിന്റെ മീനിങ് തന്നെ ആദ്യം അറിയണം. എന്താ ദ പീഡിയ എന്ന് പറഞ്ഞ എന്താ? എല്ലാരും പറഞ്ഞു. ദ പീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻ ദ ചിൽഡ്രൻ എന്നാലെ കുട്ടികൾ. ആൻഡ് ഇട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇട്രിക് ട്രീറ്റ്മെന്റ്. ആൻഡ് ഫൈനലി ദ എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ ദ ഫാദർ ഓഫ് പീഡിയാട്രിക്സ് ആരാ? ഇറ്റ്സ് എബ്രഹാം ജേക്കോബി അല്ലെ? ഫാദർ ഓഫ് പീഡിയാട്രിക്സ് ആരാ? ഇറ്റ്സ് എബ്രഹാം ജേക്കോബി ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. ഇനി വരാൻ പോകുന്ന സ്റ്റാഫ് നേഴ്സ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഉറപ്പായി തന്നെ ഉണ്ടായിരിക്കും. ഇതൊരു ഗ്യാരണ്ടിയാണ്, കാരണം ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാലോ? വേറെ ഒന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യാലോ? യെസ് ഓർമ്മ സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഈ പറഞ്ഞ പീഡിയാട്രിക് പഠിക്കുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ട കുറച്ച് കാര്യമുണ്ട്. അത് പറയുന്ന മുമ്പേ അറിയേണ്ട ഫസ്റ്റ് കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ദ സിഗ്മണ്ട് ഫ്രൂഡിന്റെ എന്തെങ്കിലും ഒരു തിയറി ഉണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ സിഗ്മണ്ട് ഫ്രൂഡിന്റെ ദ സൈക്കോ അനലിറ്റിക് തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ദ സിഗ്മണ്ട് ഫ്രൂഡിന്റെ ദ സൈക്കോ അനലിറ്റിക് തിയറി എന്ന് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും?
കേട്ടിട്ടുണ്ടോ? പറ പറ പറ, എല്ലാരും പറഞ്ഞേ. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായി കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യത്തിൽ സ്റ്റാഫ് റൈറ്റ്സ് എക്സാമിന് 100% ഒരു ചോദ്യം വരും. ആരെങ്കിലും എവിടെയെങ്കിലും ദ സിഗ്മണ്ട് ഫ്രൂഡിന്റെ ദ സൈക്കോ അനലിറ്റിക് തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇത് ഇതേ പേരിലല്ല, നിങ്ങൾ ഇത് വേറെ പേരിൽ എവിടെയും കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ പറ അറിയാമോ? ആരെങ്കിലും ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ആ ചോദ്യം കൂടെ ചോദിക്കും. ആരെങ്കിലും എവിടെയെങ്കിലും ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി കേട്ടിട്ടുണ്ടോ? ചോദ്യം വരും. സോ ദ പീഡിയാട്രിക്സിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ദ സിഗ്മണ്ട് ഫ്രൂഡിന്റെ ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയെ ഏറ്റവും പ്രധാനമായിട്ട് എത്ര കാറ്റഗറി ഡിവൈഡ് ഉണ്ട്, അതേ സെയിം സംഭവം തന്നെയാണ് ദ സൈക്കോ അനലിറ്റിക് തിയറി തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ടോട്ടൽ എത്ര കാറ്റഗറിയാ ഡിവൈഡ് ഉണ്ട്. അതിന്റെ പേര് എല്ലാവർക്കും അറിയാം. എത്ര കാറ്റഗറി ആയിരിക്കും? ആർക്ക് പറയാം? ആരെങ്കിലും എവിടെയെങ്കിലും ഈഗോ എന്ന് കേട്ടോ എവിടെയെങ്കിലും? ആരെങ്കിലും എവിടെയെങ്കിലും ഈഗോ, സൂപ്പർ ഈഗോ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? 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 പറ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഏതെങ്കിലും സ്റ്റാഫ് നഴ്സ് എക്സാം കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ദ സിഗ്മണ്ട് ഫ്രൂഡിൽ അദ്ദേഹം പറയുന്ന എന്താണ് ഈ പറഞ്ഞ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാ? ദ സിഗ്മണ്ട് ഫ്രൂഡ് പറയുന്ന ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാ? ഏതൊക്കെയാ? ഒന്നിട്ട് ഇഡ് ഉണ്ട്, ദ ഈഗോ ഉണ്ട്, സൂപ്പർ ഈഗോ ഉണ്ടല്ലേ? എവിടെയും കേട്ടിട്ടുണ്ടായിരിക്കും. പല ക്വസ്റ്റ്യനും കണ്ട കാര്യമാണ്. ദ സിഗ്മണ്ട് ഫ്രൂഡിന്റെ ദ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ പറയുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാ? ചോദ്യം ഉണ്ടായിരിക്കും. ഏതൊക്കെയുണ്ട്? ദ ഇഡ് ഉണ്ട്, ഈഗോ ഉണ്ട്, സൂപ്പർ ഈഗോ ഉണ്ടോടെ? സിമ്പിളാണ്. 3 വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ഉണ്ട്. എല്ലാരും കേട്ടിട്ടുണ്ടോടെ? പറയടെ. എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പറയണം, നിങ്ങളുടെ മനസ്സിൽ ഇറ്റ് ഇസ് ഇഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്ന കാര്യം എന്താ? നിങ്ങളുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ ഈ ഇഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓടി വരുന്ന കാര്യം എന്താണ്? പറയടെ. ഈ പറഞ്ഞ കുട്ടികളുടെ കാര്യമാണോ? ചോദ്യം അതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരുന്ന ഈ പറയുന്ന കാര്യം എന്താണ്? ഇത് കുട്ടികളുടെ മനസ്സാണോ? ആണോ? എല്ലാവരും പറയണം. ഈ പറഞ്ഞ കുട്ടികളുടെ കാര്യമാണോ ഫസ്റ്റ് ഓർമ്മ വരുന്നത്? കുട്ടികളുടെ കാര്യമാണോ? അപ്പൊ ഓർമ്മിക്കണം. ഇഡ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ബർത്തിലാണെന്ന കാര്യം ഓർമ്മിക്കോ? ഇഡ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ബർത്തിലാണെന്ന കാര്യം ഓർമ്മിക്കോ? അത് ഓർമ്മയും കാരണം എന്താ? അത് ഓർമ്മിക്കാൻ കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും കുഞ്ഞുകുട്ടിയെ വഴക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ചിരിക്കുമല്ലേ? കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ കുട്ടികളെ വഴക്ക് പറയും, കുഞ്ഞു കുട്ടികളെ വഴക്ക് പറയുമ്പോൾ ആ കുട്ടി ചിരിക്കുമല്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ? ഇറ്റ് മീൻസ് എന്താണ്? ദ പ്ലഷർ ആണോ? സോ ചോദിക്കും, ദ ഇഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ് ഇതാണ്? ദ പ്രിൻസിപ്പിൾ ആണ്? ദ പ്ലഷർ പ്രിൻസിപ്പിൾ ആണോ? ചോദ്യം ഉണ്ടായിരുന്നു. കേരള PSC എക്സാം, ദ പ്രീവിയസ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇഡ് എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പ് പ്രിൻസിപ്പിൾ ആണ്? ദ പ്ലഷർ പ്രിൻസിപ്പിൾ ആണോ? ആരും കണ്ടിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? ആരെങ്കിലും ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? പറയണേ, കണ്ടിട്ടുണ്ടോ? അതെന്ത് ടൈപ്പ് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ്? ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. ഉണ്ട്. സോ ചോദിക്കും, ഇഡ് എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പ് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചാൽ എന്താണ്? നിങ്ങൾ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ചിരിച്ചാൽ എന്ത് ടൈപ്പ് പ്രിൻസിപ്പിളാ? എന്തായിരിക്കും? ഇറ്റ്സ് എ പ്ലഷർ പ്രിൻസിപ്പിൾ അല്ലേ? ഇറ്റ്സ് എ പ്ലഷർ പ്രിൻസിപ്പിൾ ആണെന്ന കാര്യം ഓർമ്മ വരണം. അത് ഈഗോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
ആൻഡ് ഈഗോ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മാസം തൊട്ട് എത്ര മാസം ആയിരിക്കും? ഒരു 4 മാസം മുതൽ 6 മാസം വരെ. ഒരു കുട്ടി ജനിച്ച ശേഷം ഒരു കുട്ടി ജനിക്കുന്നത് 4 മാസം മുതൽ 6 മാസം വരെയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് പ്രിൻസിപ്പിൾ? അവിടെ ഈഗോ വരുന്ന എവിടെയാ? ഈഗോ വരുന്ന എവിടെയാ? 4 മാസം മുതൽ 6 മാസം വരെയാണെങ്കിൽ ഈഗോ എന്തായിരിക്കും? സംഭവം എന്തായിരിക്കും? ഇത് എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ ഈഗോയും സാധാരണ ഈഗോ ഒന്നാണോ? എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഈഗോയും ഇവിടെ പറയുന്ന സിഗ്മണ്ട് ഫ്രൂയിഡ് പറയുന്ന ഈഗോയും സെയിം ആണോ? ആണോ? അല്ല. അല്ലല്ലോ. അല്ല. അതൊക്കെ മാറ്റി വെക്കുക. സാധാരണ ഉള്ള ഈഗോയുടെ കാര്യം അങ്ങ് മറന്നു കളയുക. ഇവിടെ വരുമ്പോൾ ഈഗ എന്ന് പറയുന്നത് ഒരു 4 മാസം മുതൽ 6 മാസത്തിനിടയിലുള്ള കുട്ടികളുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അപ്പോഴുള്ള മനസ്സിന്റെ സ്ഥിതിയാണ് ഈഗോ എന്ന് പറയുന്നത്. സോ ദ ഇഡ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ സമയത്തുള്ള പ്രോസസ് ആണല്ലേ. സോ ദ ഇഡ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അവിടെ ജനിക്കുമ്പോൾ നടക്കുന്ന പ്രോസസ് ആണ് ഇഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈഗോ എന്ന് പറയുമ്പോൾ എപ്പോഴാ? 4 മാസം മുതൽ 6 മാസത്തിനിടയിലുള്ള കാര്യങ്ങളാണ് ഈഗോ എന്ന് പറയുന്നത്. ശരിയല്ലേ? പറ. സോ അതിനുശേഷം വരുന്നതാ? ദ സൂപ്പർ ഈഗോ അല്ലെ. അതിനുശേഷം വരുന്ന കാര്യമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ അത് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ്? ചോദ്യം ഉണ്ടായിരുന്നു. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ? ഒരു 3 to 6 years ആണോ? ഒരു 3 to 6 years ആണോ? ആണല്ലേ. സോ ഈ സമയമാകുമ്പോൾ ഇത് എല്ലാരും പറയണം. ഈ സമയത്തല്ലേ ഈ പറഞ്ഞ 3 to 6 years അല്ലേ? ഇപ്പൊ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ചുറ്റുപാടുമുള്ള ആരായാലും എന്താണ് ഐഡിയയിൽ എന്ന് അതിനാക്കാനുള്ള ശ്രമം ആ സമയത്താണോ? ഇപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അതിനെ ഐഡിയൽ ആക്കാനുള്ള ശ്രമം അത് എവിടെ വെച്ചാണോ? ഇത് സൂപ്പർ ഈഗോയിൽ വെച്ചാണോ? ഓർ ദ ഈഗോയിൽ വെച്ചാണോ? ഓർ ദ ഇഡിൽ വെച്ചാണോ? ഇപ്പോ ആ ഒരു കുട്ടിയുടെ ചുറ്റുമുള്ള ഒരാളെ വെച്ച് അതിനെ ഐഡിയൽ ആക്കാനുള്ള ശ്രമം നടക്കുന്ന എവിടെയാ? പറ. ഓർമ്മിക്കണം. എല്ലാരും പറയണം സൂപ്പർ ഈഗോ അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം ഓർമ്മിക്കേണ്ട കാര്യം ഇഡ് എന്ന് പറയുമ്പോൾ എന്താ? പ്രസന്റ് അറ്റ് ദ ബർത്ത് സമയത്തല്ലേ? ഇപ്പൊ ഇഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രസന്റ് അറ്റ് എവിടെ വെച്ച്? അറ്റ് ദ ബർത്ത് സമയത്തുള്ള ഏതാ? ഇഡ് എന്ന് വിളിക്കാം. ശരിയല്ലേ? കാരണം എന്താ അറ്റ് ദ ബർത്ത് സമയത്ത് അവർക്ക് എപ്പോഴും സന്തോഷമല്ലാതെ വേറെ ഒന്നും തന്നെ അറിയത്തില്ല അല്ലേ? സോ ദ പ്ലഷർ പ്രിൻസിപ്പിൾ അവിടെയല്ലേ? ദ ഇഡ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എപ്പോഴും എന്താ സന്തോഷമായിരിക്കല്ലേ? സന്തോഷം. ദ പ്ലഷർ പ്രിൻസിപ്പിൾ വരുന്ന എവിടെയാ? ചോദ്യം വരും. എവിടെ? ഇഡിൽ വെച്ചാണ് ദ പ്ലഷർ പ്രിൻസിപ്പിൾ വരുന്നത്. ആൻഡ് ഈഗോ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മാസം മുതൽ എത്ര മാസം വരെയാ? ഒരു 4 തൊട്ട് 6 months വരെയാണെങ്കിൽ ഈഗോ. കാരണം അത്യാവശ്യം ആളുകളെയൊക്കെ അവിടെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയല്ലേ? അല്ലേ? ആ സ്ട്രേഞ്ചേഴ്സിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്നുണ്ടോ? ഉണ്ടോ? വഴക്ക് പറയുന്ന ആൾക്കാരെ മനസ്സിലാക്കി വിടുന്നുണ്ടോ? സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണോ? ചോദ്യം വരും. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണോ? കാരണം 4 മുതൽ 6 മാസം വരെ വഴക്ക് പറയുമ്പോൾ ആൾക്കാരെ അവിടെ തിരിച്ചറിഞ്ഞു തുടങ്ങി. എന്നെ വഴക്ക് പറയാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ. കേരള PC പ്രീവിയസ് ചോദ്യം. സോ ദ റിയാലിറ്റി ദ പ്രിൻസിപ്പിൾ ഉള്ള അത് ഏതായി? ഇഡ് ആണോ? ഈഗോ ആണോ? ഓർ ദ സൂപ്പർ ഈഗോ ആണോ? ചോദ്യം ഉണ്ടായിരുന്നു. ഏതായിരിക്കും? പറയണം. ഈഗോ. ഇത്രയും ക്ലിയർ ആയോ? ഒരു ചോദ്യം വരുന്ന ഏരിയയാണ്. യെസ്, നോക്കാം. ഇതിനെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വരുന്ന കാര്യമാണ് ഇഡ് എന്ന് പറയുന്നത്. എല്ലാം തന്നെ
നമുക്ക് നല്ല ഡീറ്റെയിൽ തന്നെ പഠിക്കും. ഫസ്റ്റ് വരുന്ന കാര്യം ഏതാ? ഇറ്റ്സ് ഇഡ് എന്ന് പറയുന്ന ചോദ്യം വരും. ഇറ്റ്സ് ഇഡ് മീൻസ് എന്താണ്? എന്താ മീനിങ്? എന്താ ഇറ്റ്സ് ഇഡ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എന്താ മീനിങ്? എന്താ ആർക്ക് പറയാം? ശരിക്കും പറഞ്ഞ മീനിങ് എന്താ? എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടികൾ എനിക്കിത് ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ഇപ്പോ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എനിക്ക് ഇപ്പൊ തന്നെ അത് വേണം, എനിക്ക് ഇപ്പോ തന്നെ അത് വേണമെന്ന് നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ കല്യാണം കഴിഞ്ഞ ഒരാൾക്കാരോട് ചോദിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള ആൾക്കാരോട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടികൾ എനിക്ക് ഇപ്പൊ തന്നെ അത് വേണം, മാറ്റമില്ല പറഞ്ഞിട്ടുണ്ടോ? ആ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് ഉണ്ട്. സോ ഇറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഏതാ? ഇസ് ദ പ്ലഷർ പ്രിൻസിപ്പിൾ ആണോ? സോ ഇറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഏതാ? ദ പ്ലഷർ പ്രിൻസിപ്പിൾ ആണോ? 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 ആണല്ലേ? അറ്റ് ദ ബർത്ത് ടൈമിലാണ് എപ്പോഴും ഇത് കാണുന്നത്. സോ ഇറ്റ് ദ ബർത്ത് ടൈമിലാണ് എപ്പോഴും ഇത് കാണുന്നത്. ഇതുവരെ പറഞ്ഞ് ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? യെസ്. ഇങ്ങനെ ഓർമ്മിക്കുക. അറ്റ് ദ ബർത്ത് ടൈം എപ്പോഴും സന്തോഷമായിരിക്കും. ഇവിടെ ഒരു കുട്ടിക്ക് എപ്പോഴും അറ്റ് ദ ബർത്ത് ടൈം എപ്പോഴും സന്തോഷമായിരിക്കും. പറ എല്ലാരും പറയും. ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഈ പറഞ്ഞ കുട്ടികൾ ചില സമയം നന്നായിട്ട് ഈ പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ ചില സമയം നന്നായി വാശി പിടിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് സന്തോഷമാണോ അവിടെ ദുഃഖമാണോ സങ്കടമാണോ എന്നൊന്നും അറിയാതെ അത് നോക്കാതെ തന്നെ വാശി പിടിച്ച് എനിക്കത് വേണം, അവർക്ക് സന്തോഷം കിട്ടുന്ന സാധനം വേണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്ത് വാശി പിടിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് സങ്കടം ഈ സമയമായിരിക്കും, നിങ്ങൾക്ക് സങ്കടമായിരിക്കും, അത് അവരറിയാതെ എപ്പോഴെങ്കിലും ഒരു സാധനം വേണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അത് ഉണ്ടോടെ? പറ എല്ലാരും പറ. ആലോചിക്കുക. ഇറ്റ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണെ, ഇറ്റ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പേഴ്സണെ അവിടെ സന്തോഷമാണോ സങ്കടമാണോ അതൊന്നും അവർക്ക് ആലോചിക്കാനുള്ള ഒരു ഇത് ഉണ്ടോ? ഉണ്ടോടെ? ഉണ്ടോ? ഇല്ല. ഇറ്റ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടോ അത് ഒന്നും തന്നെ ചിന്തിക്കാതെ വരുന്നത് പ്രിൻസിപ്പിൾ ഏതാ? ഇറ്റ്സ് ഇഡല്ലേ? ഇറ്റ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു കാര്യവും നോക്കാതെ വരുന്ന ടൈപ്പ് ഏതാ? ഇറ്റ്സ് ഇഡ് ആണോ സൂപ്പർ ഈഗോ ആണോ ഈഗോ ആണോ? ഏതാ? ഇഡല്ലേ? സോ നമ്മൾ ഈ പറഞ്ഞ ഇഡിനെ പറയുന്ന മറ്റൊരു പേരൂടെ ഉണ്ട്. ഈ ഇഡിനെ പറയുന്ന മറ്റൊരു പേരുണ്ട്. ഇറ്റ്സ് ദ പ്രൈമറി ദ പ്രോസസ് ഓഫ് തിങ്കിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ ഒരു ചോദ്യം കേരള PC എക്സാമിന് പ്രീവിയസ് എഴുതിയ ചോദ്യമാണ്. സോ ദ ഇഡിനെ പറയുന്ന മറ്റു പേരെന്താ? ദ പ്രൈമറി പ്രോസസ് ഓഫ് ദ തിങ്കിങ് എന്ന് കൂടെ നമ്മൾ പറയാറുണ്ട്. ഈ ചോദ്യമാണ് 2020 സ്റ്റാഫ് നേഴ്സ് എക്സാമിന് ചോദിച്ച ചോദ്യം. അന്ന് ആരും എഴുതിയോ? അന്ന് ആരെങ്കിലും എഴുതിയോ? ഇല്ല, ആലോചിക്കത്തില്ല. കാരണം എന്താ? ഇസ് ദ പ്രൈമറി പ്രോസസ് ഓഫ് തിങ്കിങ് എന്ന് ഓർമ്മ വരും? ഇല്ലല്ലോ. ഓർമ്മ വരോ? ഇല്ല. പെട്ടെന്ന് അങ്ങോട്ട് എന്താണ് ഇറ്റ്സ് ദ പ്രൈമറി പ്രോസസ് ഓഫ് തിങ്കിങ് എന്ന് ഓർമ്മ വരത്തില്ല. പക്ഷെ ഇനിയുള്ള കാലത്ത് ഇങ്ങനത്തെ ചോദ്യം വന്നാൽ എഴുതണം. സോ ദ ഇഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആളുടെ സന്തോഷമാണോ സങ്കടമാണോ അത് അവരെ ബാധിക്കോ എന്ന് നോക്കോടെ? ഇല്ല, ഒന്നും നോക്കത്തില്ല. സോ ദ ഇഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും നോക്കാത്ത ടൈപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ഇഡാണ്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന മറ്റൊരു പേരെന്താ? പ്രൈമറി പ്രോസസ് ഓഫ് തിങ്കിങ് എന്ന് പറയും. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കത്തില്ല. ശരിയല്ലേ? വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. അവർക്ക് ആവശ്യമുള്ള ഇത് ബേസിക് നീഡ് അത് ഫസ്റ്റ് മീറ്റ് ചെയ്ത് പോകാറുണ്ടോ? അവർക്ക് ആവശ്യമുള്ള അവർക്ക് എന്താണോ ആവശ്യം ആ ഒരു ബേസിക് നീഡ് അങ്ങനെ മീറ്റ് ചെയ്ത് പോകും. അതിനപ്പുറത്ത് എന്താണോ എന്ന് ആലോചിക്കാത്ത ദ ടൈപ്പ് ചോദിച്ചാൽ ഇഡാണ്. ഇസ് എ ക്ലിയർ ഫോർ എവരിവൺ? എല്ലാവർക്കും ഇഡ് ക്ലിയർ ആയി? എല്ലാവർക്കും ഉണ്ടോ? ക്ലിയർ ആയോ? പറയട്ടെ അങ്ങോട്ട്. ക്ലിയർ ആയോ? ക്ലിയർ. ഒരു ചോദ്യം വരും. സോ അടുത്ത ഏതാ? ഈഗോ അല്ലേ? അടുത്ത ഏതാണ്? ഈഗോ എന്ന് പറഞ്ഞ എന്താ? ഈഗോ ഉണ്ടായിട്ടുണ്ടോ?
ഈഗോ എന്താ? ഇപ്പൊ ഈഗോയുടെ മീനിങ് എന്താ? ഇപ്പൊ ഈഗോയുടെ മീനിങ് അത് ഇത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്ന സംഭവമല്ലേ? നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് സംഭവമല്ലേ ഈഗോ? ഉണ്ടായിട്ടുണ്ടോ എപ്പോഴും ഈഗോ? അത് മാത്രമേ ഉള്ളൂ അല്ലേ സാർ? അത് മാത്രം പറയരുത്. ഇത് നമുക്ക് എപ്പോഴും ഉള്ള സംഭവം ഈഗോ എന്ന് പറയുന്നത്. ശരിയല്ലേടെ? സത്യമാണോ? ഈഗോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഉള്ള സംഭവമാണ്. അല്ല ഇല്ലെന്ന് മാത്രം പറയരുത്. ആ, ഉള്ളതാണ്. സോ ഈഗോ എന്ന് പറഞ്ഞ എന്താ? ആ ഒരു വാക്കിന്റെ മീനിങ് എന്താ? എന്ത് സംഭവം എന്താ? ഈഗോ മീനിങ് എന്താ? പറ പറ പറ, എല്ലാരും പറ. പറയാം, എല്ലാം പറയാം. ഇത് എന്ത് ടൈപ്പ് പ്രിൻസിപ്പിൾ ആയിരിക്കും വരുന്നത്? ഈഗോ എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പ് പ്രിൻസിപ്പിൾ ആയിരിക്കും വരുന്നത്? ദ പ്ലഷർ ആണോ? ദ റിയാലിറ്റി ആണോ? ഏതാടെ? റിയാലിറ്റി അല്ലേ? റിയാലിറ്റി അല്ലേ? ആ, പറ പറ പറ. എല്ലാരും പറയണം. എല്ലാവരും പറയണം. ഈഗോ എന്ന് പറയുമ്പോൾ അത് എന്ത് പ്രിൻസിപ്പിളാ? ഈഗോ എന്ന് പറയുമ്പോൾ അത് എന്ത് പ്രിൻസിപ്പിൾ? ഇറ്റ് വർക്ക് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ അല്ലേ? അത് റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് കൊണ്ടാണ് എപ്പോഴും ഈഗോ വർക്ക് ചെയ്യുന്നത്. എപ്പോഴാണ്? എപ്പോഴും ഇഡിന്റെയും സൂപ്പർ ഈഗോന്റെയും ഇടയിൽ വരുന്ന കാര്യമല്ലേ ഈ ഈഗോ എന്ന് പറയുമ്പോൾ? എപ്പോഴും ഇഡിന്റെയും സൂപ്പർ ഈഗോയുടെ ഇടയിൽ വരുന്ന സംഭവമാണ് ഈഗോ എന്ന് പറയുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഇഡെന്ന് പറയാൻ എന്തായിരിക്കും? അവൻ അവന്റെ കാര്യം മാത്രമല്ലേ ശ്രദ്ധിക്കത്തുള്ളൂ. ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇഡെന്ന് പറയുമ്പോൾ അവൻ അവന്റെ സ്വന്തം കാര്യം മാത്രമേ നോക്കോളൂ. പക്ഷെ ഈഗോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ? പക്ഷെ ഈഗോ എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളാണോ? പറയണം, എല്ലാവരും പറയണം. ഈഗോ എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ആളാണോ? അല്ല, അല്ല. ചെറുതായിട്ട് എന്തിൽ ടച്ച് ചെയ്യുന്നുണ്ട്? ഇറ്റ് ദ റിയാലിറ്റിയുമായി ടച്ച് ചെയ്ത് പോകും. ശരിയല്ലേ? ഈഗോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട കാര്യം എന്താ? അവൻ റിയാലിറ്റിയുമായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോകുന്ന ആളല്ലേ ഈഗോ എന്ന് പറയുന്നത്. ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? ശരിയാണോ അല്ലയോ? ആണ്. സോ ദ ഇഡ് എന്ന് പറയപ്പോഴെന്താ? ഇറ്റ്സ് ദ പ്രൈമറി പ്രോസസ് ഓഫ് തിങ്കിങ്. സോ ഇഡ് എന്ന് പറയപ്പോഴും ദ പ്രൈമറി പ്രോസസ് ഓഫ് തിങ്കിങ് ആണെങ്കിൽ ചോദ്യം ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇവിടെ ഈഗോ എന്ന് പറയുമ്പോൾ അത് പ്രൈമറി പ്രോസസ് ആണോ ഓർ ദ സെക്കൻഡറി പ്രോസസ് ആണോ ചോദിക്കും. ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദ ഈഗോ എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഈസ് ദ പ്രൈമറി പ്രോസസ് ഓഫ് തിങ്കിങ് ആണോ ഓർ ദ സെക്കൻഡറി പ്രോസസ് ഓഫ് തിങ്കിങ് ആണോ? ഇറ്റ് ആൾസോ റെഫേർഡ് ആസ് ദ സെക്കൻഡറി പ്രോസസ് ഓഫ് തിങ്കിങ് എന്ന് കൂടെ എപ്പോഴും ഈഗോ അറിയാറുണ്ട്. ചോദ്യം വരും. എഴുതോടെ ഇത്രയും എഴുതോടെ. ആലോചിച്ച് നോക്കിയടെ, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഇഡ് എന്ന് പറയുമ്പോ ആലോചിക്കേണ്ട കാര്യം എപ്പോഴും ഇസ് ദ പ്ലഷർ പ്രിൻസിപ്പിൾ അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞത് പേരൻസ് വീട്ടിലില്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടികൾ എന്തായിരിക്കും? അവിടെ നന്നായിട്ട് എൻജോയ്. ശരിയല്ലേടെ? ആലോചിച്ച് നോക്കിയേ. ഇഡ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, പേരൻസ് വീട്ടിലില്ല, അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യൂല്ലയോ? പറയണം പറയണം. പേരൻസ് വീട്ടിലില്ല, അവർ നന്നായി എൻജോയ് ചെയ്ത എന്ത് ടൈപ്പ് ആയിരിക്കും? ഇഡ് ആണോ? ആണോ? പറയണം. അവൻ അവന്റെ സ്വന്തം കാര്യം മാത്രം, സ്വന്തം കാര്യം മാത്രം. അവിടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല. അവനത് ബാധിക്കുന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്താ. സ്വന്തം വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ അത് അവന് ബാധിക്കുന്നില്ല. അവൻ അറിയുന്നില്ലെങ്കിൽ അത് എന്ത് ടൈപ്പ് പ്രിൻസിപ്പിളാ? ഇഡാണ്, ഇഡാണ്. അടുത്ത ചോദ്യം, ചോദ്യം. സ്വന്തം വീട്ടിൽ ആരുമില്ല, സ്വന്തം വീട്ടിലെ ഈ പറഞ്ഞ പേരൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ അവൻ അതിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി റിസ്ക് ഉണ്ട്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ പുറത്തിറങ്ങാത്ത ആയിട്ടൊരു തീരുമാനമെടുത്താൽ എന്ത് ടൈപ്പാ? ഇപ്പൊ ഫാമിലി വീട്ടിലില്ല, അവൻ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങത്തില്ല. അങ്ങ് പുറത്തിറങ്ങിയ റിസ്ക് ഉണ്ട് എന്ന് കരുതി അവിടെ പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ, തീരുമാനമെടുത്താൽ എന്ത് ടൈപ്പ് പ്രിൻസിപ്പിളാ? ഈഗോ അല്ലേ? ഈഗോ അല്ലേ? രണ്ട് ടൈപ്പ് ക്ലിയർ ആയ കുഞ്ഞുങ്ങളെ? രണ്ട് ടൈം ക്ലിയർ ആയ? പറയണം പറയണം പറയണം. യെസ്.
ഈ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ എന്താ? ഇനി സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ സൂപ്പർ ഈഗോ? പറയണം. സൂപ്പർ ഈഗോ എന്തായിരിക്കും? ഇപ്പൊ ഒരു കാര്യം ആ ആൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണോ? ആലോചിച്ച് പറയുക. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ ശരിയാകാത്ത കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുത്താൽ സൂപ്പർ ഈഗോ ആണല്ലോ. ആലോചിച്ചു പറയാം. ചോദ്യം വരും, ഈ പറഞ്ഞ വീട്ടിൽ അമ്മയും അച്ഛനും ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് പോകുന്നില്ല, റിസ്ക് ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഏതാണ്? പറയണം, ആലോചിച്ച് പറയുക. എല്ലാവരും പറയുക. അച്ഛനും അമ്മയും വീട്ടിലില്ല, ഇപ്പൊ ഞാൻ പുറത്തോട്ട് പോകുന്നില്ല, ഞാനെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. ആർക്ക് പറയാം? ആർക്ക് പറയാം? ഉത്തരം കൃത്യം പറയുക. ഇപ്പൊ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല, ഞാനിപ്പോ ഇത് പുറത്തോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതേ ഇല്ല, എങ്കിൽ ഏതാ? ഇങ്ങനെ ഇവിടെ പറയാം. ഇപ്പൊ അച്ഛനും അമ്മയും ഇല്ല, ഞാനിപ്പോ പുറത്തോട്ട് പോയാൽ അതിന്റെ റിസ്കിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ച് പറയുന്നവരെന്താ? ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടത് ഏതാ? റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടതാ. ഇത് പുറത്തോട്ട് പോയാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കുന്നത് എന്ന് സേഫ് ആണെന്ന് കരുതുന്ന റിയാലിറ്റി തീരുമാനം ഏതാ? ഈഗോ. ഈഗോ അല്ലേ? ഈഗോ അല്ലേ? ഈഗോ അല്ലേ? ഈഗോ അല്ലേ? ഇപ്പൊ അച്ഛനും അമ്മയും ഇല്ല, ഇത് പുറത്തോട്ട് പോകുന്നത് സേഫ് അല്ല, പുറത്തോട്ട് പ്രശ്നമാണ് എന്ന് റിയാലിറ്റിയുമായി ബന്ധപ്പെടുത്തി അവൻ വീട്ടിലിരുന്ന് എന്താ? ഈഗോ ആണ്. പക്ഷെ സൂപ്പർ ഈഗോ എന്താ? അത് എന്ത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിരിക്കുന്നു? എന്ത് പ്രിൻസിപ്പിളാ സൂപ്പർ ഈഗോയിലുള്ളത്? ചോദ്യം ചോദ്യം ഉണ്ടായിരിക്കും. ഐഡിയൽ പ്രിൻസിപ്പിൾ ആണോ? ഐഡിയൽ പ്രിൻസിപ്പിൾ ആണോ? ചോദിക്കും. സൂപ്പർ ഈഗോയിൽ വരുന്നത് പ്രിൻസിപ്പിൾ ഏതാ? ഐഡിയൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വേറെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ അല്ലേ? ഐഡിയൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരേതാ? ദ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ അല്ലേ? ദ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ എന്നുകൂടെ വിളിക്കാറുണ്ട്. സംഭവം എന്താ? ആ, എന്ത് സംഭവമായിരിക്കും? സംഭവം എന്താ? ചോദിക്കട്ടെ. ഇത് ഈ പറഞ്ഞ പ്രായം ഏതായിരിക്കും? ഞാൻ ആദ്യം പറഞ്ഞു തന്നു. 3 to 6 years ആണോ? 3 to 6 years ഉള്ള പ്രായം ആണോ? പറയണം. 3 to 6 years ആണോ? 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 ആണ്. പറയണം, പറയണം. എല്ലാരും പറയാം. ചോദ്യം കേരള പി സി പ്രീവിയസ് ചോദ്യമായിരുന്നു. ചോദ്യം കേരള പി സി പ്രീവിയസ് ചോദ്യമായിരുന്നു. ആണല്ലേ? ആ, എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് മറ്റുള്ളവരുടെ കാര്യമൊന്നും ചിന്തിക്കാതെ ഇരുന്നാൽ അത് ഇഡാണോ, സൂപ്പർ ഈഗോ ആണോ, ഓർ ഈഗോ ആണോ? ഇപ്പൊ നിങ്ങളുടെ കുട്ടി മറ്റുള്ളവരുടെ കാര്യം ഒന്നും ചിന്തിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ ഇഡല്ലേ? 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 ഇനി നിങ്ങളുടെ കുട്ടി ഈ പറഞ്ഞ റിയാലിറ്റിയോടോ ഓർ ദ പ്ലഷറോ ഒന്നും നോക്കാതെ ഇരുന്നാൽ എന്താ? ഇറ്റ്സ് എ പെർഫെക്ഷൻ പ്രിൻസിപ്പിൾ അല്ലേ? 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 യെസ്. ഈ പറഞ്ഞ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ 100% ദ പെർഫെക്റ്റ് എന്നാണോ? എന്റെ ചോദ്യം അതുകൂടെ ഉണ്ട്. ദ സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടി 100% ദ പെർഫെക്റ്റ് എന്നാണോ? ആണോ? ആണോ? പറയണം എല്ലാവരും. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി 100% ദ പെർഫെക്റ്റ് ആണോ?
ആലോചിച്ച് പറയുക. സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കുട്ടി 100% പെർഫെക്റ്റ് ആണോ? ഇപ്പൊ ഈ പറഞ്ഞ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്, ഈ ബ്രേക്ക് സമയത്ത്, ഈ പറഞ്ഞ ബ്രേക്ക് കഴിഞ്ഞ ശേഷം അവിടെ കൃത്യമായി ഈ മടങ്ങി വന്ന് അതേ സീറ്റിൽ കൃത്യമായി ഇരിക്കേണ്ടത് ഇരുന്ന് കഴിഞ്ഞാൽ അത് പെർഫെക്ഷൻ ആണോ? ആലോചിച്ച് പറയുക. ഇത് ക്ലാസിന്റെ ഇടയ്ക്ക് ബ്രേക്ക് സമയത്ത് ഇറങ്ങിപ്പോയ ശേഷം അത് കഴിഞ്ഞ് കൃത്യസമയത്ത് വന്ന് ഈ പറഞ്ഞ കൃത്യമായ സീറ്റിൽ ഇരുന്നാൽ പെർഫെക്ഷൻ ആണോ? ആണോ? ആണ് പെർഫെക്ഷൻ അല്ലേ? പെർഫെക്ഷൻ ചോദ്യം വരും. ഇത് റിയാലിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതാ ചോദിക്കും. അത് ഇഡാണോ, ഈഗോ ആണോ, സൂപ്പർ ഈഗോ ആണോ? ദ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതാ? റിയാലിറ്റി ഈഗോ 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 അല്ലേ? ഈഗോ അല്ലേ? ആൻഡ് ദ പ്ലഷർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാ? ദ പ്ലഷർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാ? ഇഡ്. ആൻഡ് ദ പെർഫെക്ഷൻ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതാ? ദ പെർഫെക്ഷൻ സൂപ്പർ ഈഗോ. ഇതാണ് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ആദ്യ ടൈപ്പ് ചോദ്യം. ഇനി അടുത്ത ചോദ്യമുണ്ട്. ഇസ് ദ പ്രൈമറി പ്രോസസ് ഓഫ് തിങ്കിങ് എന്ന് പറയുന്ന ഏതാ? ദ പ്രൈമറി പ്രോസസ് ഓഫ് തിങ്കിങ് ഏതാ? ഇഡാണോ, സൂപ്പർ ഈഗോ ആണോ, ഏതാ? ഇഡാണ്. ആൻഡ് സെക്കൻഡറി പ്രോസസ് ഓഫ് തിങ്കിങ് ആരാ? ഓർമ്മിക്കണം, ഈഗോ. ഇങ്ങനെ പറയുക. അറ്റ് ദ ബർത്ത് ടൈമിൽ കാണപ്പെടുന്ന ഏതാ? ഇഡാണ്. ആൻഡ് 4 to 6 years 4 to 6 മന്ത് വരെ കാണപ്പെടുന്ന ഏതായിരിക്കും? ഒരു 4 to 6 മന്ത് വരെ, മന്ത് ഈഗോ. ആൻഡ് 3 to 6 years വരെ കാണപ്പെടുന്ന ഏതാ? സൂപ്പർ ഈഗോ. ആൻഡ് ദ പ്ലഷർ പ്രിൻസിപ്പിൾ വരുന്ന ഏതാ? ഞാനിന്ന് വേറെ ഒന്നും പഠിപ്പിക്കുക, ഇത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഇന്ന് സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ട് ഇത് മാത്രമേ, സൺഡേ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഏതാണ് ദ പ്ലഷർ പ്രിൻസിപ്പിൾ? ഏതാ? ആൻഡ് ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഏതാ? ഈഗോ. ഇപ്പൊ ഒരു കുട്ടി എടുക്കുക. ആ കുട്ടി എപ്പോഴും ഇത് ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ ശ്രമിക്കുന്നു. ഇത് പാരന്റ്സിന് മുമ്പിൽ എപ്പോഴും ബെസ്റ്റ് ആവാൻ ശ്രമിക്കുന്ന ആരായിരിക്കും? ഈ പറഞ്ഞു കഴിഞ്ഞാൽ ദ റിയാലിറ്റി ആണോ, ഓർ ദ പ്ലഷർ ആണോ? അത് ഏതായിരിക്കും? ഈ പറഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ഫസ്റ്റ് ആകാൻ ശ്രമിക്കുന്ന ആളും പാരന്റ്സിന് മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് ആകാൻ ശ്രമിക്കുന്ന ആൾ എപ്പോഴും പെർഫെക്ഷൻ വരുന്ന എവിടെയാ കുഞ്ഞുങ്ങളെ? പെർഫെക്ഷൻ വരുന്ന എവിടെയാ? അതാ ഉത്തരം. സൂപ്പർ ഈഗോ. എന്താ? നിങ്ങളുടെ പാരന്റ്സിന് മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ക്ലാസ് റൂമിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ആളുടെ പേര് ചോദിച്ചാൽ സൂപ്പർ ഈഗോ എന്നും പറയാം. ഈസ് എ ക്ലിയർ ഫോർ ആൾ. ഞാനിന്ന് വളരെ കുറച്ച് മാത്രമേ പഠിപ്പിച്ചോളൂ. ഇതെല്ലാം മനസ്സിലായ ഇവിടെ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. എഴുതോ? ചോദിച്ച എഴുതോ? എല്ലാരും പറയണം. എഴുതുമോ? യെസ്. എല്ലാരും ഇപ്പൊ സ്റ്റഡി ഗ്രൂപ്പിൽ കിട്ടിയ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടോ? എല്ലാരും വായിച്ചു നോക്കിയോ? സ്റ്റഡി ഗ്രൂപ്പിൽ വന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാരും വായിച്ചു നോക്കിയോ? ഞാൻ ഒരു ക്വസ്റ്റ്യനും ആൻസർ ഇട്ടു കണ്ടായിരുന്നു. എല്ലാരും കണ്ടോ? എല്ലാരും വായിച്ചു നോക്കിയോ? പറയണം. ഇനി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് മുതൽ നോക്കുക, ഏറ്റവും അവസാനം തൊട്ട് നോക്കുക. ആരെങ്കിലും ഈ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് എന്ന് ഫസ്റ്റിലോട്ട് നോക്കും എല്ലാവരും. ഇനി ചെയ്യേണ്ട കാര്യം, ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ഇട്ടാലും ഏറ്റവും അവസാനത്ത് നിന്ന് ഏറ്റവും ഫസ്റ്റോട്ട് നോക്കും. എസ് ഓർണോ പത്രം പറയുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ, ഗ്രൂപ്പിൽ ഇടുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നേരെ റിവേഴ്സ് ഓർഡറിൽ നോക്കണം. ഇനി മുതൽ ചെയ്യേണ്ട കാര്യം അതാണ്. ഞാൻ എന്ത് ഗ്രൂപ്പ് വിട്ടാലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇടുമ്പോൾ ഏറ്റവും അവസാനം തൊട്ട് ഫസ്റ്റ് തൊട്ട് നോക്കുക. ഇത് റിവേഴ്സ് ഓർഡറിൽ തന്നെ നോക്കി എടുക്കുക. ഞാൻ പറയാൻ കാരണമുണ്ട്. എല്ലാവരും ഏറ്റവും അവസാന ക്വസ്റ്റ്യൻ വരെ നോക്കാറുണ്ട്. ശരിക്കും പറ, ഞാൻ ഇന്ന് ഗ്രൂപ്പിലിട്ട ക്വസ്റ്റ്യൻ ഇതിന്റെ കാര്യം നോക്കിയിട്ട് അവസാന ക്വസ്റ്റ്യൻ നോക്കി ആരെങ്കിലും അപ്പൊ പറയണം. ഏറ്റവും അവസാന ക്വസ്റ്റ്യൻ ആയിരുന്നു നോക്കിയോ? സത്യം പറയും.
സത്യം പറയും, നോക്കിയോ? ഞാനൊന്ന് ഗ്രൂപ്പ് ഇട്ട് ഏറ്റവും അവസാന ക്വസ്റ്റ്യൻ നോക്കിയോ? ഇല്ല, ഇല്ല, നോക്കിയില്ലല്ലോ. സത്യം പറയും. അതുകൊണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും അവസാന ക്വസ്റ്റ്യൻ തൊട്ട് നോക്കുക. ഞാൻ ഇത് സ്റ്റഡി ഗ്രൂപ്പ് ഇട്ട ഏറ്റവും അവസാന ക്വസ്റ്റ്യൻ എന്നറിയാമോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ ആർക്ക് പറയാൻ പറ്റുമോ? The cella turcica is a part of. കണ്ടായിരുന്നു ആരെങ്കിലും? ഞാനിന്ന് ഗ്രൂപ്പ് ഇട്ട് 50ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. The cella turcica is a part of parietal bone ആണോ, or the sphenoid ആണോ, or the palatine ആണോ, or the ethmoid bone ആണോ? അതായിരുന്നു 50ാമത്തെ ചോദ്യം. 50ാമത്തെ ചോദ്യം അതായിരുന്നു. പറ ഏത് പോണ? ഏത് പോണ? ഏത് പോണ? സ്പിനോഡ് അല്ലേ? സ്പിനോഡല്ലേ? സ്പിനോഡല്ലേ? ആണോ? പറ. അതുകൊണ്ടാ നോക്കാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴേ ഉറപ്പ് വരികയാണ്. ഞാൻ ഒരു ഉറപ്പ് തരാം, ബാക്കി ആരും തരുന്ന ഉറപ്പ് വരും. ഞാൻ പറയും പോലെ അത് കൃത്യമായി പഠിച്ചോ. ചില ദിവസം ക്ലാസ് വളരെ സമയം കുറവായിരിക്കും, ചില ദിവസം ക്ലാസ് സമയം കൂടുതലായിരിക്കും. ഞാൻ ഇടുന്ന ഗ്രൂപ്പ് ഇടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കുമല്ലോ. ഇതുപോലെ ഒരു വാക്ക് വേറെ ആരും തരത്തില്ല. ഞാൻ ഒരു ഗ്യാരണ്ടി പറയാണ്. ഞാൻ കറക്റ്റ് 90 ക്വസ്റ്റ്യൻ പ്ലസ് ഈ വരാൻ പോകുന്ന എക്സാമിൽ ഉണ്ടായിരിക്കും. ഇത് റെക്കോർഡ് ചെയ്ത് വെക്കിയ ക്ലാസ് ആണ്. ഈ റെക്കോർഡ് ഗ്രൂപ്പിൽ വരും. കറക്റ്റ് 90 ക്വസ്റ്റ്യൻസ് പ്ലസ് ഉണ്ടായിരിക്കും. ഇത് കൂടുതൽ വാക്കും തരാനില്ല. സോ ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാവരും പഠിച്ചോളൂ. നമുക്ക് നാളെ കാണാം. ടുമോറോ ക്ലാസ് ഉണ്ട്. ടുമോറോ മൺഡേ ആണ്. ടുമോറോ ക്ലാസ് ഉണ്ട്. So the disease condition, the pediatrics. Okay. Okay. Thank you so much. നന്നായി പഠിക്കുക. Thank you so much. നന്നായി പഠിക്കുക.